കേരളത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതിനുശേഷം ബി ജെ പി വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു. അവർ ഇപ്പോൾ ചില മണ്ഡലങ്ങൾ മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത്. അതായത് ജയസാധ്യത കൂടിയ എ ക്ലാസ് മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽപ്പെടുത്തി തീർച്ചയായും ജയിക്കുന്ന മണ്ഡലങ്ങൾ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി പരമാവധി ഇടതുപക്ഷവുമായി ചേർന്ന് വോട്ട് കച്ചവടം നടത്താനും അതിന് പകരമായി ഒരു സെറ്റിൽമെൻറ്റ് ഡീൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും തീവ്രമായി ശ്രമിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ കെ മുരളീധരൻ നിരവധിയായ സാഹചര്യങ്ങളിൽ ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിലുള്ള അന്തർധാരയെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അന്നൊന്നും തന്നെ അത് വലിയ രീതിയിൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാധ്യമ നിരീക്ഷകർ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇപ്പോഴാണ്, അതായത് തൃശ്ശൂരിലെ ഗിമിക്സ് മനസ്സിലായപ്പോഴാണ് ജനങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായി എത്രത്തോളമാണ് ആ അന്തർധാര വളർന്ന് വലുതായി കഴിഞ്ഞിരിക്കുന്നതെന്ന്. നമുക്കറിയാം, സി പി ഐ എമ്മിൽ നിന്നും ഇ പി ജയരാജനെ പുറത്താക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് പാർട്ടി പദവി വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പാർട്ടി അംഗത്വം പോലും നഷ്ടപ്പെടും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇ പി ജയരാജൻ കൃത്യമായി ബി ജെ പിയുമായി നടത്തിയ ബാന്ധവം, കൂട്ടുകച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇ പിയുടെ രാഷ്ട്രീയ കളി തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐക്ക് ഇത്രയധികം തട്ടുകേടുണ്ടായത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് എൻ ബ്ലോക്കായി മറിക്കാൻ, ബി ജെ പിക്കാർക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്യാൻ ഇ പി ജയരാജനും സംഘവും എപ്പോഴും ജാഗരൂകരായി നിന്നു എന്നുള്ളതിൻ്റെ നേർരേഖയാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം. 2,92,000 വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് പൊടുന്നനെ 5 കൊല്ലം കൊണ്ട് 1.25 ലക്ഷത്തിലധികം വോട്ടുകൾ വർദ്ധിച്ചത് എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ നിന്നാണ് വളരെ വ്യക്തമായി മനസ്സിലായത് സുരേഷ് ഗോപിക്ക് വോട്ട് കച്ചവടം ചെയ്തത് ആരാണ്. സി പി ഐ എം തന്നെയായിരുന്നു കൃത്യമായും വോട്ട് കച്ചവടം ചെയ്തത്. അതിന് കൃത്യമായിട്ടുള്ള പാരിതോഷികം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിട്ട് പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള കേസുകൾ അന്വേഷിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറുകയും പിണറായി വിജയൻ്റെ മകളെ പിന്തുടരുന്നത്, അതായത് നിരവധിയായിട്ടുള്ള എക്സാലോജിക്ക് അടക്കമുള്ള കമ്പനികളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിഷ്ക്രിയത്വം പാലിക്കുക, അതുവഴി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരമാവധി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ വേട്ടയാടുന്നത് നിർത്തുക, ഇതൊക്കെയായിരുന്നു ബി ജെ പി കൊടുത്ത ഓഫറുകൾ എന്നാണ് കൃത്യമായി കോൺഗ്രസും യു ഡി എഫും പറയുന്നത്. ഇപ്പോഴും ആ ഡീല് നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ വൈകാതെ തന്നെ പാലക്കാടും അതുപോലെ തന്നെ ആലത്തൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ ഡീല് വളരെ വ്യക്തമായി തന്നെ സ്ഫുരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. കാരണം ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം സി പി ഐ എം ബി ജെ പി ഡീൽ കൃത്യമായി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നിരവധി പേർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്.